നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന ടോപ്പിക്കിൽ നിന്നും കേരള PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും, അതുപോലെ PSC സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളും PSC ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. എല്ലാ ചോദ്യങ്ങളും എല്ലാവരും പഠിക്കാൻ ശ്രദ്ധിക്കുക. ആദ്യ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? എല്ലാവർക്കും അറിയാമല്ലേ? ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ അറിയപ്പെടുന്ന മറ്റ് പേരുകൾ എന്തൊക്കെയാണ്? ആധുനിക മനു, അതുപോലെ ആധുനിക ബുദ്ധൻ എന്നിങ്ങനെ അറിയപ്പെടുന്നതും ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയുമാരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയും ഡോക്ടർ BR അംബേദ്കർ ആണ്. അംബേദ്കറുമായി ബന്ധപ്പെട്ട 4 ചോദ്യങ്ങൾ പഠിച്ചു അല്ലേ? ഏതൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയും ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാവാൻ കാരണമായ ദൗത്യം ഏതാണ്? ക്യാബിനറ്റ് മിഷനാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാവാൻ കാരണമായ ദൗത്യം ക്യാബിനറ്റ് മിഷനാണ്. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാവാൻ കാരണമായ ദൗത്യമായ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലെമന്റ് ആറ്റ്ലി എന്ന് പറയുന്നത്. ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, മറന്നുപോകാൻ പാടില്ല. അടുത്ത ചോദ്യം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് എപ്പോഴാണ്? 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം അല്ലെങ്കിൽ ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാണ്? 1946 ഡിസംബർ 9 ഈ ഒരു 1946 ഡിസംബർ 9 9 വനിതകൾ ഉൾപ്പെടെ 207 പ്രതിനിധികളാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ആ സംഖ്യ ഒന്ന് ഓർത്തു വെക്കുക. 9 വനിതകൾ ഉൾപ്പെടെ 207 പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ, അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ, ഈ 2 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. 1946 ഡിസംബർ 9 നടന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി അറിയപ്പെടുന്നതും ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. അടുത്ത ചോദ്യം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. 1946 ഡിസംബർ 11 അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ എന്നാണ് ചോദ്യമെങ്കിൽ എന്താണ് ഉത്തരം?
ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ എന്നാണ് ചോദ്യമെങ്കിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അടുത്ത ചോദ്യം എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണ്? JB കൃപലാനിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി JB കൃപലാനിയാണ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്നത് ആരാണ്? BN റാവു ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്നത് BN റാവു ആണ്. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം എത്രയാണ്? 3 ആരൊക്കെയാണ് അവർ? ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ തുടങ്ങിയ 3 മലയാളി വനിതകളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. ആരൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 പേരുകളും എല്ലാവരും പഠിച്ചിരിക്കണം. ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ തുടങ്ങിയ 3 മലയാളി വനിതകളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളികളുടെ എണ്ണം അല്ലെങ്കിൽ ആകെ മലയാളികൾ എത്രയാണ്? 17. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ മലയാളികളുടെ എണ്ണം അല്ലെങ്കിൽ മലയാളികളുടെ എണ്ണം എത്രയാണ്? 17. അതിൽ 3 വനിതകൾ ഉൾപ്പെടുന്നു. അടുത്ത ചോദ്യം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് എപ്പോഴാണ്? 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് 1949 നവംബർ 26 അതുകൊണ്ട് തന്നെ ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26 ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26 അതുപോലെ ദേശീയ നിയമ ദിനമായി ആചരിക്കുന്നതും എപ്പോഴാണ്? നവംബർ 26 ദേശീയ നിയമ ദിനമായി ആചരിക്കുന്നത് നവംബർ 26 നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാണ്? എല്ലാവർക്കും അറിയാമല്ലേ? എപ്പോഴാണ്? 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 അതുകൊണ്ട് തന്നെ നമ്മൾ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത് ജനുവരി 26 അടുത്ത ചോദ്യം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാനെടുത്ത സമയം എത്രയാണ്? 2 വർഷം 11 മാസം 18 ദിവസമാണ്. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാനെടുത്ത സമയം 2 വർഷം 11 മാസം 18 ദിവസമാണ്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് എപ്പോഴാണ്? 1947 ജൂലൈ 22 ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22 അടുത്ത ചോദ്യം എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത്, അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത്. ഈ 2 ചോദ്യങ്ങളുടെയും ഉത്തരം എപ്പോഴാണ്? 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചതും എപ്പോഴാണ്? 1950 ജനുവരി 24 തന്നെയാണ്. നമ്മുടെ ദേശീയ മുദ്ര ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട വർഷം എപ്പോഴാണ്? അത്
1950 ജനുവരി 26-നാണ് നമ്മുടെ ദേശീയ മുദ്ര ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട വർഷം. 1950 ജനുവരി 26-നാണ് നമ്മുടെ ദേശീയ മുദ്രയിൽ ഏതൊക്കെ മൃഗങ്ങളാണ് കാണപ്പെടുന്നത്? 4 മൃഗങ്ങളാണല്ലേ. ഏതൊക്കെയാണ്? സിംഹം, കാള, കുതിര, ആന തുടങ്ങിയ 4 മൃഗങ്ങളാണ് ദേശീയ മുദ്രയിൽ കാണപ്പെടുന്നത്. ഏതൊക്കെയാണ്? സിംഹം, കാള, കുതിര, ആന തുടങ്ങിയ 4 മൃഗങ്ങളാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത്? ഏത് രാജ്യത്ത് നിന്നാണ്? USA-യിൽ നിന്നുമാണ്. ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത്? USA-യിൽ നിന്നുമാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം, അല്ലെങ്കിൽ എന്താണ്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങിക്കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് തുടങ്ങിക്കൊണ്ടാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? KM മുൻഷിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി NA പൽക്കിവാലയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ച വ്യക്തി NA പൽക്കിവാലയാണ്. ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ഏണസ്റ്റ് ബാർക്കറാണ്. ഭരണഘടനയുടെ താക്കോൽ എന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ച വ്യക്തി ഏണസ്റ്റ് ബാർക്കറാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി താക്കൂർ ദാസ് ഭാർഗവാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ച വ്യക്തി താക്കൂർ ദാസ് ഭാർഗവാണ്. ഈ ഒരു 4 വിശേഷണങ്ങളും ഈ വിശേഷിപ്പിച്ച വ്യക്തികളും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. എല്ലാവരും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തു? എത്ര തവണ ഭേദഗതി ചെയ്തു? 1 തവണയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരേ ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ വർഷം എപ്പോഴാണ്? 1976-ലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ വർഷം 1976-ലാണ്. 1976-ലെ 42-ാം ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത്. ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടന ഭേദഗതിയും ഏതു തന്നെയാണ്? 1976-ലെ 42-ാം ഭേദഗതിയാണ്. ചെറുഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടന ഭേദഗതി ഏതാണ്? 42-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 1976-ലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ ഭരണഘടനാ ഭേദഗതിയും ഏതു തന്നെയാണ്? 42-ാം ഭരണഘടനാ ഭേദഗതി തന്നെയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കുന്നതിന് അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിനാണ്. ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കുന്നതിന് അധികാരമുള്ളത് പാർലമെന്റിനാണ്. 31-ാം ചോദ്യം,
പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 3 പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 3. 32 ചോദ്യം എന്താണ്? ഭരണഘടനയുടെ 2 ഭാഗത്ത് 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? പൗരത്വത്തെക്കുറിച്ചാണ്. ഭരണഘടനയുടെ 2 ഭാഗത്ത് 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏതാണ്? ഏക പൗരത്വമാണ് അല്ലെ? ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ഏത് രാജ്യത്തിൻ്റെതാണ്? ബ്രിട്ടന്റെ ഭരണഘടനയിൽ നിന്നുമാണ് അല്ലെ? ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ബ്രിട്ടന്റെ ഭരണഘടനയിൽ നിന്നുമാണ്. 34 ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 3 ഭാഗത്ത് 12 മുതൽ 35 വരെ വകുപ്പുകൾ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? എന്തിനെക്കുറിച്ചാണ്? മൗലികാവകാശങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3 ഭാഗത്ത് 12 മുതൽ 35 വരെയുള്ള വകുപ്പുകൾ മൗലികാവകാശങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. നമ്മുടെ മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? USA നിന്നുമാണ്. മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നുമാണ്, അല്ലെങ്കിൽ ഏത് രാജ്യത്ത് നിന്നുമാണ് കടം കൊണ്ടിരിക്കുന്നത്? USA നിന്നുമാണ്. 36 ചോദ്യം, ഇന്ത്യയുടെ മാഗ്ന കാർട്ട ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ്? മൗലികാവകാശങ്ങളാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ ബിസ്മാർക്ക്, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്നതും ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ ബിസ്മാർക്ക്, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പിയായും അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര തരത്തിലുള്ള മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്? എത്ര തരത്തിലുള്ളതാണ്? 7 എണ്ണമാണ് അല്ലെ? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 7 മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തു. നിലവിൽ ഭരണഘടനയിൽ 6 മൗലികാവകാശങ്ങളാണ് ഉള്ളത്. നിലവിൽ ഭരണഘടനയിൽ എത്ര മൗലികാവകാശങ്ങളുണ്ട്? 6 മൗലികാവകാശങ്ങളുണ്ട്. 40 ചോദ്യം, സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44 ഭരണഘടനാ ഭേദഗതിയാണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 1978 44 ഭരണഘടനാ ഭേദഗതിയാണ്. 41 ചോദ്യം, സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ്? ഒരു നിയമാവകാശമാണ്. സ്വത്തവകാശം ഇപ്പോൾ എന്തവകാശമാണ്? നിയമാവകാശമാണ്. സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 300A ആണ്. സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം
അനുച്ഛേദം 300A ആണ്. അടുത്ത ചോദ്യം, നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 14 ആണ്. നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 14 ആണ്. 44-ാം ചോദ്യം എന്താണ്? മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 15-ാം അനുച്ഛേദമാണ്. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 15 ആണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ഭരണഘടനാ വകുപ്പും അനുച്ഛേദം 15 ആണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 15 ആണ്. ഈ ചോദ്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം, സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പ് നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 16 ആണ്. സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് 16-ാം അനുച്ഛേദമാണ്. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന അനുച്ഛേദം, അതുപോലെ മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ്, ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം ഏതാണ്? 17-ാം അനുച്ഛേദമാണ്. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നത് 17-ാം അനുച്ഛേദ പ്രകാരമാണ്. അതുപോലെ മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ അനുച്ഛേദമാണ് 17-ാം അനുച്ഛേദം. അടുത്ത ചോദ്യം, അക്കാദമിക്, മിലിറ്ററി നാമങ്ങൾ ഒഴികെ പദവി നാമങ്ങൾ നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 18-ാം അനുച്ഛേദമാണ്. അക്കാദമിക്, മിലിറ്ററി നാമങ്ങൾ ഒഴികെ പദവി നാമങ്ങൾ നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് 18-ാം അനുച്ഛേദമാണ്. 50-ാം ചോദ്യം, 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? 19-ാം അനുച്ഛേദമാണ്. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 19-ാം അനുച്ഛേദമാണ്. 51-ാം ചോദ്യം, ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 20 ആണ്. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 20 ആണ്. 52-ാം ചോദ്യം എന്താണ്? ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 21-ാം അനുച്ഛേദമാണ്. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 21-ാം അനുച്ഛേദമാണ്. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പും ഏതാണ്? 21-ാം അനുച്ഛേദമാണ്. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പ് 21-ാം അനുച്ഛേദമാണ്. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ചാണ് 21-ാം അനുച്ഛേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകണമെന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 21A ആണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകണമെന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 21A ആണ്. അടുത്ത ചോദ്യം എന്താണ്? അടിയന്തരാവസ്ഥാ സമയങ്ങളിൽ പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിളുകൾ അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്?
അനുച്ഛേദം 20ഉം 21ഉമാണ്. അടിയന്തരാവസ്ഥാ സമയങ്ങളിൽ പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിളുകൾ ആർട്ടിക്കിൾ 20, 21. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ തന്നെ സ്വാഭാവികമായി റദ്ദാകുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 19 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ തന്നെ സ്വാഭാവികമായി റദ്ദാകുന്ന അനുച്ഛേദം 19 അടിയന്തരാവസ്ഥാ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിളുകൾ ആർട്ടിക്കിൾ 20ഉം 21ഉമാണ്. അടുത്ത ചോദ്യം, നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന അനുച്ഛേദം. അതുപോലെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അതുപോലെ കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ഈ 3 ചോദ്യങ്ങളുടെയും ഉത്തരം ഏതാണ്? അനുച്ഛേദം 22. നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന അനുച്ഛേദം 22. ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 22. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പും ഏതാണ്? അനുച്ഛേദം 22. 60-ാം ചോദ്യം, അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 23-ാം അനുച്ഛേദമാണ്. അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് 23-ാം അനുച്ഛേദമാണ്. 61 ബാലവേല നിരോധിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 24-ാം അനുച്ഛേദമാണ്. ബാലവേല നിരോധിക്കുന്നത് 24-ാം അനുച്ഛേദ പ്രകാരമാണ്. 62-ാം ചോദ്യം, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 29-ാം അനുച്ഛേദമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പ് 29-ാം അനുച്ഛേദമാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് കോടതിയാണ്. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന ഭരണഘടനാ അനുച്ഛേദം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏതാണ്? 32-ാം അനുച്ഛേദമാണ്. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദം 32-ാം ഭരണഘടനാ അനുച്ഛേദമാണ്. ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ച അനുച്ഛേദം ഏതാണ്? 32-ാം അനുച്ഛേദമാണ്. ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏതനുച്ഛേദത്തെയാണ്? 32-ാം അനുച്ഛേദത്തെയാണ്. ഭരണഘടനയുടെ ഏത് വകുപ്പനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്? 32-ാം അനുച്ഛേദമനുസരിച്ചാണ്. ഭരണഘടനയുടെ ഏത് വകുപ്പനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്? 32-ാം അനുച്ഛേദ പ്രകാരമാണ്. ഈ 32-ാം അനുച്ഛേദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ PSC പലപ്പോഴായി ആവർത്തിക്കുന്ന ചോദ്യങ്ങളിൽ പെടുന്നവയാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതുവരെ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് എഴുതി വെച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, മൗലികാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിനായി സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് എന്താണ്? റിട്ടാണ്. മൗലികാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട്. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ഏതാണ്? ബ്രിട്ടനാണ്.
റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ബ്രിട്ടനാണ്. ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 226 നമ്മൾ നേരത്തെ പറഞ്ഞു സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? അനുച്ഛേദം 32 അനുസരിച്ചാണ് അല്ലെ. ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 226. അടുത്ത ചോദ്യം, വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടും ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. അതാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട്. 72 ചോദ്യം, സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? മാൻഡാമസ് ആണ്. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് മാൻഡാമസ് ആണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന ഭാഗത്തു നിന്നും കേരള PSC ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും ആവർത്തന ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം അരമണിക്കൂർ കൊണ്ട് 72ഓളം ചോദ്യങ്ങൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 72 ചോദ്യങ്ങളും എഴുതി വെച്ച് പഠിക്കുക. വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായത് കൊണ്ട് ബാക്കി ചോദ്യങ്ങൾ 73 മുതലുള്ള ചോദ്യങ്ങൾ അടുത്ത പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. എല്ലാവരും നന്നായി പഠിക്കുക. ഗുഡ് ലക്ക് ഫോർ യുവർ എക്സാംസ്.